എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. DMI ഫിനാൻസ് അതുപോലെ തന്നെയാണ് സാംസങ് ഫിനാൻസ്. DMI ഫിനാൻസ് നമുക്ക് പേഴ്സണൽ ലോണ് 1 ലക്ഷം 5 ലക്ഷം വരെ നമുക്ക് പേഴ്സണൽ ലോൺ ലഭിക്കുന്നതാണ്. നമ്മുടെ സിവിൽ സ്കോർ അനുസരിച്ചാണ് ആ തുക ലഭിക്കുന്നത്. അത് പ്രധാനമായിട്ടും വരുന്ന പ്ലാറ്റ്ഫോം എന്നുള്ളത് പറയുന്നത് ഗൂഗിൾ പേ വഴിയാണ് നമുക്ക് ഈ DMI ഫിനാൻസിൻ്റെ ലോൺ ഏറ്റവും എളുപ്പം എടുക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ സാംസങ് ഫിനാൻസ് നമുക്ക് ഫോൺ 0 സിവിൽ സ്കോർ ഉണ്ടെങ്കിലും നമുക്ക് സാംസങ് ഫിനാൻസിൻ്റെ ഫോൺ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 0 സിവിൽ സ്കോർ തരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസത്തെ പേയ്മെന്റ് ഡിലേ ആയാൽ നമ്മുടെ ഫോൺ ബ്ലോക്ക് ആയി പോകും. പിന്നെ നമ്മളത് ആ ഒരു EMI എമൗണ്ട് അടയ്ക്കുകയും വേണം, അല്ലാതെ തന്നെ ബൗൺസ് ചാർജ് എന്നുള്ള രീതിയിൽ 10-700 രൂപ കൂടുതൽ അടയ്ക്കേണ്ടിയും വരും. അപ്പോൾ ആ ഒരു പ്രശ്നം പേടിച്ചുകൊണ്ട് തന്നെ എല്ലാവരും കറക്റ്റായിട്ട് തന്നെ ഫോണിന്റെ ഫിനാൻസുകൾ അടയ്ക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് 0 സിവിൽ സ്കോർ നമുക്ക് DMI ഫിനാൻസ് ലഭിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് പ്രധാനമായിട്ട് ഒരു പ്രശ്നം വരുന്നത് കസ്റ്റമർ സർവീസ് വളരെ മോശമാണ്. കസ്റ്റമർ സർവീസിൽ ഒരിക്കലും നമുക്ക് ലഭിക്കില്ല, വിളിച്ചാൽ ഒരു കാര്യങ്ങൾ നമുക്ക് നടക്കുന്ന കാര്യങ്ങളുമല്ല. ഇവരുടെ പ്രധാന ഒരു പ്രശ്നം എന്നുള്ളത്, നമ്മൾ ഒരു സാംസങ് ഫിനാൻസ് എടുത്തിട്ടുള്ള ഒരു ഫോണിൻ്റെ എടുത്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ നാച്ച് അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക. ഓട്ടോ പേയ്മെൻറ്റ് ഒരിക്കലും അപ്ഡേറ്റ് ചെയ്യരുത്. ഈ ഓട്ടോ പേയ്മെൻറ്റ് അപ്ഡേറ്റ് ചെയ്താൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും സമയം കഴിയുന്ന സമയത്തൊക്കെ ആയിരിക്കും ആ തുക പിടിക്കുന്നത്. പിന്നെ അത് ബൗൺസ് ചാർജ് എന്നും പറഞ്ഞുകൊണ്ട് വേറൊരു എമൗണ്ട് നമുക്ക് പിടിക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങളെപ്പോഴും ഈ സാംസങ് ഫിനാൻസിൻ്റെ ഫോൺ എടുക്കുന്നവർ നാച്ച് ഒരിക്കലും അപ്ഡേറ്റ് ചെയ്യരുത്. ഈ ഓട്ടോ പേയ്മെൻറ്റ് അല്ലാതെ ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന രീതിയിലല്ലാതെ നിങ്ങൾക്ക് തന്നെ UP വഴി പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ മാസവും 5-ാം തീയതിയാണ് സാംസങ് ഫിനാൻസിൻ്റെയും അല്ലെങ്കിൽ DMI ഫിനാൻസിൻ്റെയും ലോൺ നമ്മൾ അടയ്ക്കേണ്ടത്. അത് വൈകിട്ട് 4:30 വരെ നമുക്ക് സമയമുണ്ട്. അതിനുള്ളിൽ തന്നെ നമ്മൾ അടച്ചാൽ മതി. അപ്പോൾ ദയവചെയ്ത് നിങ്ങൾ ഈ ഒരു സാംസങ് ഫിനാൻസ് എടുക്കുന്നവർ ഒരിക്കലും നാച്ച് അല്ലെങ്കിൽ ഓട്ടോ പേയ്മെൻറ്റ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. നമുക്കൊരു പ്രശ്നം വന്നാൽ ചോദിക്കാനായിട്ട് നല്ലൊരു കസ്റ്റമർ സർവീസ് ഒരിക്കലും ഇവർക്കില്ല എന്നുള്ളതാണ് സത്യം. ലോണൊക്കെ നല്ലതാണ്, ലോൺ നല്ലൊരു തുക നമുക്ക് പേഴ്സണൽ ലോണായിട്ടൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതാണ് ഇവരുടെ ഒരു വിഷയം. നമുക്ക് ഒരിക്കലും ഒരു കോൺടാക്ട് ചെയ്ത് ഇവരോട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളൊന്ന് ചോദിച്ചോ അല്ലെങ്കിൽ പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കാത്തൊരവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മെയിലിൽ നിന്ന് അവർക്ക് നമ്മുടെ എന്താണ് വിഷയം എന്നുള്ളത് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. അത് മാത്രമേ നമുക്കിപ്പോൾ നിലവിൽ കസ്റ്റമർ സർവീസിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ NOC ഒക്കെ എടുക്കാനായിട്ടും അല്ലെങ്കിൽ നമ്മുടെ എത്ര പേയ്മെൻറ്റ്സ് ഉണ്ട് എന്നൊക്കെയാണ് എന്നുള്ളത് അറിയാനായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ DMI പോർട്ടൽ എന്നുള്ളത് നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനൊരു പേജിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ DMIയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ ആദ്യം അവിടെ എൻ്റർ ചെയ്യുക. OTP വഴി നമുക്ക് ലോഗിൻ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ കാണാൻ നമുക്കറിയാം, മൊബൈൽ നമ്പർ കൊടുത്തു OTP വെച്ച് നമുക്ക് വെരിഫൈ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ നമുക്ക് പാസ്വേഡ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ നിരവധി സ്റ്റേറ്റ്മെന്റ്സുകൾ എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ലോണിലെ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ അറിയാനായിട്ട് സാധിക്കും. നാച്ച് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഇവിടെ നാച്ച് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസുകളെല്ലാം കൊടുത്ത് നമ്മുടെ ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം കൊടുത്ത് നമുക്ക് നാച്ച് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ ഞാൻ പറയുന്നത് DMI ഫിനാൻസ് പേഴ്സണൽ ലോൺ എടുക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ നാച്ച് അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. കാരണം ഇത്രയും ലക്ഷം രൂപ എടുക്കുന്നതുകൊണ്ട് തന്നെ നാച്ച് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. സാംസങ് ഫിനാൻസിന് നാച്ച് അപ്ഡേറ്റ് ചെയ്തതിലും കുഴപ്പമില്ല. കാരണം അവർ 0 സിവിൽ സ്കോർ ഈ ഫോൺ തരുന്നത് തന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫോൺ അവിടെ ലോക്ക് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. ആ ഫോൺ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊന്നും ഉപയോഗിക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെയും അവർക്കതൊരു വിഷയമുള്ള കാര്യമല്ല. 0 സിവിൽ സ്കോർ തന്നാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ആ ഫോൺ ഉപയോഗിക്കേണ്ട സാഹചര്യം വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് ആ തുക അടയ്ക്കും എന്നുള്ളത് സാംസങ് ഫിനാൻസിന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ആ ലോൺ നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലെ 3 ലൈൻ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നിരവധി ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് അവിടെ NOC, നിങ്ങളുടെ ലോൺ ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ ആ NOC നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആ NOC ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ കൈ സൂക്ഷിക്കേണ്ടതാണ്. ഇനി നാളെ ഒരു കാലത്ത് ഇനി ആ ലോൺ തീർന്നിട്ടില്ല എന്നൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ നമുക്കത് NOC നമ്മുടെ കയ്യിൽ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ആ NOC കയ്യിൽ സൂക്ഷിക്കുക. അപ്പോൾ DMI ഫിനാൻസും സാംസങ് ഫിനാൻസും തമ്മിൽ ഈ ഒരു പ്രശ്നം മാത്രമേ നമുക്ക് ഉണ്ടാകുന്നുള്ളൂ. കസ്റ്റമർ സപ്പോർട്ട് നമുക്ക് വളരെ മോശമാണ്. നമുക്ക് ഒരു കാര്യങ്ങളും അറിയാനായിട്ടുള്ളൊരു മാർഗവുമില്ല. അത് മാത്രമാണ് ഇവരുടെ ഒരു പരാജയം. ഈ ലോണൊക്കെ നല്ലതാണ്. ഇത്രയും എമൗണ്ട്, നല്ല ഹൈ എമൗണ്ട് ഒക്കെ തന്നെ ലോൺ കിട്ടുന്നുണ്ട്. സിവിൽ സ്കോർ അനുസരിച്ച് ഹൈ എമൗണ്ട് തന്നെ അവർ ലോൺ തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കസ്റ്റമർ സപ്പോർട്ട് മാത്രമാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ പേയ്മെൻറ്റുകൾ നേരത്തെ തന്നെ നമുക്ക് പറ്റുകയാണെങ്കിൽ ഒരു 6 ദിവസം മുമ്പേ ഒക്കെ തന്നെ ഓൺലൈനായിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് യാതൊരു വിഷയങ്ങളും ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ വീണ്ടും നമുക്ക് ചെക്ക് ബൗൺസ് ആയി എന്നും പറഞ്ഞ് ആ ഒരു ചാർജ് നമ്മളെ പിടിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് DMI ഫിനാൻസിൻ്റെ സാംസങ് ഫിനാൻസിൻ്റെ അപ്ഡേഷൻസ്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.